ശ്രീ സതീഷ് വസന്ത്, ഇതിനുള്ള പണം എവിടെയെന്ന് മാധ്യമപ്രവർത്തകർ സർക്കാരിനോട് ചോദിക്കുമ്പോൾ, മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും എന്നാണ്. യഥാർത്ഥത്തിൽ ഈ കുമരകത്തൊക്കെ റിസോർട്ടുകളടക്കം ബുക്ക് ചെയ്തുകൊണ്ടാണല്ലോ ഈ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ അതിഥികളെ സർക്കാർ സ്വീകരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അവിടെ ആ ഹോട്ടലുകൾക്ക് നൽകാനുള്ള പണം നൽകിയത് ദേവസ്വം ബോർഡാണ്. ആ പൈസ നൽകിയത്, അതിൻ്റെയൊക്കെ കണക്കുകൾ ആ സമയത്ത് തന്നെ പുറത്തു വന്നതാണ്. ഈ 5 കോടി രൂപ എങ്ങനെയാണ് സർക്കാർ ഇതിൽ കണ്ടെത്തിയത്? ആരാണ് ഇതിൽ സ്പോൺസർ? അത്തരം വിവരങ്ങൾ താങ്കൾക്ക് അറിയാമോ? നിരിമ, നിങ്ങൾക്ക് ഈ 5 കോടിയുടെ ചിലവൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് വളരെ ആധികാരികമായ കണക്ക് തന്നെയാണ്. ഞാനത് ഓരോന്നായിട്ട് അറിവിലേക്ക് പറയാം. അല്ല, നിങ്ങളെ കണക്കല്ലേ? അത് എവിടെയാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുണ്ടോ? വളരെ ആധികാരികമായി ടിവിക്ക് ലഭിച്ച കണക്കാണ്. ഈ കണക്കാണ് സർക്കാർ ഹൈക്കോടതിയിൽ കൊടുക്കാൻ പോകുന്നത്. ഇതിലും കുറച്ചുകൂടി കൂടാൻ ഇടയുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ആധികാരികമായ വിവരം. നിങ്ങൾ ജനം ടിവിക്ക് ആധികാരികത അതല്ലല്ലോ. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഈവന്റ് മാനേജ്മെന്റിനും ചെലവ് 1,64 ലക്ഷം. ഒരു ദിവസത്തെ ഭക്ഷണത്തിന് മാത്രം 21 ലക്ഷം രൂപ, പബ്ലിസിറ്റിക്ക് മാത്രം 25 ലക്ഷം രൂപ, അതിഥികളുടെ സ്വീകരണങ്ങൾക്കും പാരിതോഷികങ്ങൾക്കും 50 ലക്ഷം, സംഗമത്തിന്റെ മുന്നൊരുക്കത്തിന് 25 ലക്ഷം, വേദിയുടെ അലങ്കാരത്തിന് മാത്രം 20 ലക്ഷം രൂപ. ഇങ്ങനെ 5 കോടി രൂപയുടെ ഒരു കണക്കാണ് തയ്യാറായിരിക്കുന്നത്. അതിന്റെ കൃത്യമായ രേഖകൾ നമ്മുടെ കൈവശമുണ്ട്. പക്ഷേ അത് പുറത്തുവിടാത്തത് എന്തുകൊണ്ടെന്നാൽ അത് ഹൈക്കോടതിയിലേക്ക് സമർപ്പിക്കേണ്ട ഒരു രേഖയാണ്. ഹൈക്കോടതി 2.5 മാസം, ഒരു 45 ദിവസത്തിനുള്ളിൽ ഇതിന്റെ കണക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ സാവകാശം പോലെ നീട്ടി ചോദിച്ചിരിക്കുകയാണ്. കാരണം ചില കണക്കുകളൊക്കെ ടാലി ആവുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനേക്കാൾ കൂടുതൽ ചെലവ് വരും എന്നാണ് കരുതുന്നത്. ഇത് എവിടെ നിന്നാണ് ഈ പണം? ഞാൻ ഒരു കാര്യം ദേവസ്വം ബോർഡ് പറഞ്ഞു കഴിഞ്ഞു, അതൊരു സ്പോൺസർഷിപ്പ് കൂടിയാണ് ഇതൊക്കെ നടത്തണമെന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തുന്നു. വരട്ടെ, നമുക്ക് ഹൈക്കോടതി കൊടുക്കുമ്പോൾ ഹൈക്കോടതിയുടെ കണക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഹൈക്കോടതി വരുമ്പോൾ നമുക്കത് വീണ്ടും ചർച്ച ചെയ്യാം. പിന്നെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ പറയുന്നുണ്ട്, ഇതൊക്കെ പമ്പയിൽ എന്തിനെ കൊണ്ട് നടത്തിയത്? ഇവിടെ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ വേറെ എവിടെ വെച്ച് ഒരു ഹാളിൽ വെച്ച് നടത്തിയ പോലെ. ഹാളിൽ വെച്ച് നടത്തിയാൽ പറയും സംഗമം നടക്കുന്നത് ശബരിമലയിലാണ്, നിങ്ങൾ എന്തുകൊണ്ട് അവിടെ നടത്തിയില്ല എന്നുള്ളൊരു ഒരു പരിഹാസം അല്ലെങ്കിൽ വിമർശനം വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പം 5 കോടി രൂപ അത് താങ്കൾ അംഗീകരിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഈ സംഗമം നടത്തിയത് കൊണ്ട് എന്ത് ഗുണമാണ് പിന്നീട് ശബരിമലയ്ക്ക് ഉണ്ടായത്? നീലിമ, ഒരു സുപ്രഭാതത്തിൽ ഇന്ന് നടത്തിയെന്ന് പറഞ്ഞാൽ നാളെ കാലത്ത് ഒരു റിസൾട്ട് വരാൻ വേണ്ടി അല്ല നടത്തിയിട്ടുള്ളൂ. ഈ സ്വാഭാവികമായി എല്ലാവരും അയ്യപ്പ ഡിവോട്ടീസിനെ വിളിച്ചോ? നിങ്ങൾ പറഞ്ഞല്ലോ ഡിവോട്ടീസിനെ എല്ലാവരും അവിടെ വിളിച്ചിട്ടുണ്ട്. ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ CPM-ൻ്റെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മതിയല്ലോ, ആ ഹാൾ നിറയും. അതല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഡിവോട്ടീസിന് മാത്രം പ്രാധാന്യമുള്ളവരെ മാത്രം അവനെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയത്. നിങ്ങൾ ഒരു കാര്യം, അത് അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അല്ല, ആയിക്കോട്ടെ. അവിടെ കൃത്യമായി പങ്കെടുത്തത് ഇവിടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, വിവിധ മലബാർ ദേവസ്വം ഉൾപ്പെടെയുള്ള ആ ദേവസ്വങ്ങളിലെ ജീവനക്കാർ, ആളൊഴിഞ്ഞ കസേരകൾ അവിടെ കാണാം. അവിടെ നോക്കൂ, അവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗവും മന്ത്രിമാർക്ക് അകമ്പടിയായി വന്നവർ, അതുപോലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, അങ്ങനെ ചില CPM സഖാക്കൾ, അങ്ങനെയൊക്കെയുള്ള വളരെ വിരലിലെണ്ണാവുന്ന ചില ആളുകൾ മാത്രമാണ് ഭക്തർ എന്നുള്ള ആ പരിവേഷത്തിൽ അവിടെ എത്തുന്നത്. 3000-ലധികം പ്രതിനിധികൾ വരുമെന്ന് പറഞ്ഞു. ആ കസേരകളൊക്കെ അന്നേ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. നീലിമ ഇപ്പൊ സ്വപ്നം നേരത്തെ പറഞ്ഞു, നിങ്ങൾ അതിഥികൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ താമസിക്കാൻ സൗകര്യം ഒരുത്തിയ റിസോർട്ടുകളാണെന്ന്. അപ്പൊ ആ റിസോർട്ടുകൾ ആര് താമസിച്ചു? ഇവരാണോ താമസിച്ചത്? നിങ്ങളത് പറയൂ. അതാര് താമസിച്ചു എന്നതൊന്നും നേരത്തെ ശ്രീകുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി അല്ല അവിടെ വേണ്ടത്. കല്ലും മുള്ളും താണ്ടി അയ്യനെ കാണാൻ, ഒരു നോക്ക് കാണാൻ 41 ദിവസത്തെ വ്രതവുമായി വന്നെത്തുന്ന ആ ഭക്തന് വേണ്ടത് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. അത് ഒരുക്കാൻ ഈ പറയുന്ന ഈ ആർഭാട സംഗമത്തിന്റെ 1/4 മതിയല്ലോ. അവിടെ
കുറച്ച് ടോയ്ലറ്റുകൾ കൂടുതൽ നിർമ്മിക്കാൻ, അതുപോലെ കുടിവെള്ളത്തിനുള്ള വിരിവെക്കാൻ, അവിടെ ഒരു നടപ്പന്തൽ ക്രമീകരിക്കാൻ, ഇതിനൊക്കെ ഈ ആർഭാട സംഗമത്തിന്റെ 1/4 തുക മതിയാകുമായിരുന്നല്ലോ. ഇപ്പോൾ നോക്കൂ, ആ ഭക്തരെല്ലാം അവിടെ റോഡിൽ മഴ നനയുന്ന അവസ്ഥയുണ്ട്, അവിടെ ബാത്റൂമിൽ പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്, കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ട്, യാത്രാ സൗകര്യങ്ങൾ പോലുമില്ല. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ സംഗമം നടത്തിയത് എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരേണ്ടത്. അല്ല, ഞാൻ ഒരു സാമാന്യം ഇപ്പം തന്നെ നിങ്ങളൊരു വാർത്ത കൊടുത്തിട്ട് വാർത്ത കഴിഞ്ഞതിന് ശേഷം 11 മണി തൊട്ട് അവിടുത്തെ ഇവിടെ നീലിമല ഇവിടെ പമ്പായിലേക്കുള്ള ട്രാൻസ്പോർട്ടിൻ്റെ സുഗമമായ പ്രവർത്തനം നടത്തി. അത് പോലീസിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ജനങ്ങൾ കൂടുതലായിട്ട് വന്നപ്പോഴത്തേക്ക് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് എടുക്കുന്ന ഒരു ഇതാണ്. അത് നിങ്ങളൊരു വലിയ വാർത്തയായിട്ട് കൊടുത്തു. നിങ്ങൾ അവിടുത്തെ അടിസ്ഥാന സൗകര്യം, അവിടുത്തെ പമ്പയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണ് കുറവുള്ളത്? ശുചിമുറികൾ തുറന്നു കൊടുക്കുന്നേ. ശുചിമുറികൾ പൂട്ടി ഹൈക്കോടതി ചോദിച്ചു. ഹൈക്കോടതി എന്ന് ചോദിച്ചു? ഇന്ന് KSRTC ബസ്സിലെ സതീഷ് വസന്ത് നാളെ തീർത്ഥാടനം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. അവിടെ ഭക്തർ എത്തി തുടങ്ങിയിട്ടേയുള്ളൂ. ഇപ്പോൾ തന്നെ വലിയ തിരക്ക്. ഇതൊന്നും കാണാനോ ഇതൊക്കെ നിയന്ത്രിക്കാനോ ഒരു സർക്കാർ സംവിധാനവും അവിടെ ഇടപെടുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ കാണിക്കുന്ന ദൃശ്യങ്ങൾ. നിങ്ങളൊരു കാലത്ത് ഒരു ബസ്സിൽ കുറച്ച് ആളുകൾ അധികമായിട്ട് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ള അടിസ്ഥാന സൗകര്യം ചെയ്യേണ്ടത് പോലീസിന്റെ കടമയാണ്. നിങ്ങൾ നാളെ പറയും എന്തുകൊണ്ട് നിങ്ങൾ പോലീസ് നിയന്ത്രണം പാലിച്ചില്ല എന്ന് പറയും. ഇതേ ആൾക്കാർ തന്നെ പറയുന്നത് അദ്ദേഹം പോലീസിന്റെ നിർദ്ദേശാനുസരണം അതവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്, അത് പാലിക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, സതീഷ് വസന്ത്, ഇത് നിലയ്ക്കലെ വിഷ്വൽസ് ആണ് നമ്മൾ കാണുന്നത്. ആ ബസിന്റെ അടിയിൽ അയ്യപ്പ ഭക്തർ തളർന്നിരിക്കുന്ന ദൃശ്യങ്ങൾ നോക്കൂ താങ്കൾ. ഇങ്ങനെയാണോ ഒരു മണ്ഡലകാലത്തെ നിങ്ങൾ സമീപിക്കേണ്ടത്? ഇതാണോ മുന്നൊരുക്കം? ശബരിമലയിൽ ഉണ്ടായ മുന്നൊരുക്കം എന്ന് പറയുന്നതാണോ ഈ കാണുന്നത്? എരുമേലിയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. എരുമേലിയിൽ നോക്കൂ. അല്ല, ഞാൻ എരുമേലി ആയിരുന്നാലും നിലയ്ക്കലായിരുന്നാലും എവിടെ ആയിരുന്നാലും ശരി, അടിസ്ഥാനങ്ങൾ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് ഇതുണ്ടെന്നേ. ഇപ്പോൾ 2 ദിവസമായി ഇപ്പോൾ പ്രസിഡന്റ് ചാർജ് എടുത്തിട്ട്, പ്രസിഡന്റും മെമ്പറും ചാർജ് എടുത്തിട്ട് നോക്കാം. അത് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഇവിടെ ഒരുക്കിയുള്ള ഒരു ചെറിയൊരു കാലതാമസം അത് ക്ലിയർ ആക്കി വന്നു. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇതൊന്നും സംസാരിച്ചില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ അല്ലെങ്കിൽ ഒരു നല്ല വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അവിടെ ചെയ്തിട്ടുള്ള ഭക്തജനങ്ങൾക്ക് പോകാനുള്ള വെർച്വൽ ക്യൂവും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം മണ്ഡലകാലത്ത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടല്ലോ.